സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം അതൊക്കെ പഴയ കഥ. പുതിയ മുദ്രാവാക്യം ഇതാണ്: കടം കടം സർവത്ര കടം. ദൈവത്തിന്റെ സ്വന്തം നാടിപ്പോൾ കടം വീട്ടാൻ മണ്ണ് വിൽക്കാൻ പോവുകയാണെന്നത്രേ. 16-ാം ധന കമ്മീഷൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് ഇതാണ്. ഇതാ ഞാൻ പറഞ്ഞതല്ല, കണക്കുകൾ പറയുന്നതുമാണ്. പണ്ട് പഞ്ചാബും രാജസ്ഥാനും ബംഗാളും ഒക്കെ ആയിരുന്നു കടക്കാരുടെ ക്ലബിലെ താരങ്ങൾ. ഇപ്പോൾ അത് ടോപ്പ് ഗിയറിൽ നിൽക്കുന്നത് കേരളമാണ്. അവരെയും കടത്തിവെട്ടിയിരിക്കുന്നു. നമ്പർ 1 കടക്കാരായി മുന്നേറുകയാണ്. കിഫ്ബി എല്ലാം മായ. എന്തായാലും കീശ കാലിയായിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ കടം എവിടെ എത്തിയെന്ന് അറിയാമോ? 25% നിന്നും 35% മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ: പോക്കറ്റ് അടിച്ചു പോയതല്ല, ദൂർത്ത് ദൂർത്ത് ദൂർത്ത്. 200 കോടിയുടെ ഹെലികോപ്റ്റർ യാത്ര, ലക്ഷങ്ങൾ പൊടിച്ച നീന്തൽക്കുളം, വിദേശ യാത്രകൾക്ക് കോടികളുടെ പാഴ്ചെലവ്. ഇതെല്ലാം ആരുടെ കാശാണ്? നമ്മുടെ കാശ. പെൻഷൻ കൊടുക്കാൻ പണമില്ല, ശമ്പളം കൊടുക്കാൻ പണമില്ല. പക്ഷേ സഖാവിന്റെയും പാർട്ടിക്കാരുടെയും പോക്കറ്റ് വീർപ്പിക്കാൻ ഒരു കുറവുമില്ല. കേരളം കടക്കണിയിലല്ല, പിണറായിയുടെ ധൂർത്ത് കണിയിലാണെന്ന് പറയുന്നതായും ശരി. സംസ്ഥാനത്തിന്റെ വർദ്ധിക്കുന്ന കടത്തിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് 16-ാം ധന കമ്മീഷൻ എത്തിയിരിക്കുകയാണ്. ഉയർന്ന കടബാധ്യതയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളത്തെ കേന്ദ്ര ധന കമ്മീഷൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളാണ് കേരളത്തിന് പുറമെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളായി ധന ഉത്തരവാദിത്ത നിയമങ്ങൾ നിലവിലുണ്ടായിട്ടും കേരളത്തിന് കടത്തിന്റെ തോത് കുറയ്ക്കുവാൻ സാധിച്ചിട്ടില്ല എന്ന് കമ്മീഷൻ നിരീക്ഷിക്കുന്നുണ്ട്. ധനക്കമ്മി കുറയ്ക്കുന്നതിൽ ചില ഘട്ടങ്ങളിൽ വിജയിച്ചുവെങ്കിലും മൊത്തം കടം ഉയർന്ന നിലയിൽ തന്നെ തുടരുന്നത് ആശങ്കാജനകം തന്നെയാണ്. 2011-12 കാലഘട്ടത്തിൽ കേരളത്തിന്റെ കടം GSDP അനുപാതം 25.5%. ഇത് താരതമ്യേന നിയന്ത്രണ വിധേയമായ നിലയിലായിരുന്നു. എന്നാൽ പിന്നീട് സംസ്ഥാനത്ത് ഉയർന്ന ധനക്കമ്മി നേരിട്ടതിനാൽ ഈ അനുപാതത്തിൽ നിന്നും ഏകദേശം 10% വർധനവ് ഉണ്ടാവുകയായിരുന്നു. 2020-21 അനുപാതം 39.2% ഉയർന്നു. എന്നാൽ 2023-24 ആയപ്പോഴേക്കും 35.3% കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കടം പ്രധാനമായിട്ട് വിപണി വായ്പകൾ, സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ എന്നിവയെക്കുറിച്ച് ആശ്രയിച്ചാണെന്നും നിലനിൽക്കുന്നു. 2020-21 അനുപാതം 39.2% ഉയർന്നു. എന്നാൽ 23-24 ആയപ്പോഴേക്കും 35.3% കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ കടം പ്രധാനമായിട്ടും വിപണി വായ്പകൾ, സ്റ്റേറ്റ് ഡെവലപ്മെന്റ് ലോണുകൾ എന്നിവയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇവയ്ക്ക് ഉയർന്ന പലിശ നൽകേണ്ടതിനാൽ സംസ്ഥാനത്തിന്റെ വാർഷിക ബജറ്റിൽ പലിശ അടവിനായിട്ട് വലിയൊരു തുക മാറ്റിവെക്കേണ്ടി വരുന്നു. ഇത് അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന ചെലവിനെ പരിമിതപ്പെടുത്തുന്നുണ്ട്. കേരളത്തിന്റെ ധനസ്ഥിതിക്കെതിരെയുള്ള ഏറ്റവും കടുത്ത പരാമർശങ്ങളിലൊന്ന് ബജറ്റിനെ പുറത്തുള്ള വായ്പകളെ കുറിച്ചാണ്. കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ വഴി കേരളം എടുത്ത വായ്പകൾ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കടബാധ്യതയിൽ ഉൾപ്പെടുന്നില്ല എങ്കിലും അവ ഭാവിയിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബജറ്റിന് പുറമെ വായ്പകൾ പൂർണ്ണമായും അവസാനിപ്പിക്കണമെന്നും കമ്മീഷൻ വ്യക്തമാക്കുന്നു. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വരുത്തുന്ന നഷ്ടങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ സൂചനകളുണ്ട്. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനോ സ്വകാര്യവൽക്കരിക്കാനോ തയ്യാറാകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാന ജനസംഖ്യയിൽ വയോജനങ്ങളുടെ എണ്ണം ഉയരുന്നത് പ്രതിസന്ധിയാകുമെന്നും കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ ശരാശരി പ്രായം 37 ആണ്. ഇത് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. 2036 ആകുമ്പോഴേക്കും കേരളത്തിലെ ജനസംഖ്യയുടെ 22.8% 60 വയസ്സിന് മുകളിൽ ഉള്ളവരായിരിക്കും. സാമൂഹിക സേവന ചെലവുകളിൽ ഏതാണ്ട് 30% പെൻഷനുകൾക്കായി മാത്രം ചെലവാക്കണം. നിലവിൽ കേരളത്തിന്റെ റവന്യൂ ചെലവിന്റെ 17% പെൻഷനുകൾക്കാണ്. ദേശീയ ശരാശരി 11.3% മാത്രമാണ്. ഈ സർക്കാർ എന്ന് പറഞ്ഞാൽ ഒരു പടക്ക കടയാണ്. നിറയെ വാഗ്ദാനങ്ങൾ, പക്ഷേ ഇതൊന്നും പൊട്ടുന്ന പടക്കങ്ങളല്ല, വെറും ചീറ്റിപ്പോകുന്ന നനഞ്ഞ പടക്കങ്ങളാണ്. അടുത്ത ബജറ്റിലും കാണും വികസനത്തിന്റെ സുവർണ്ണ കാലഘട്ടം, എല്ലാവർക്കും ക്ഷേമം എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ തലയിൽ വീണ്ടും കടം കയറ്റും. വോട്ട് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ജനങ്ങളെ മണ്ടന്മാരാക്കി വീണ്ടും വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന ഈ രാഷ്ട്രീയ നാടകം എന്ന് അവസാനിക്കും എന്നാണ് പറയുന്നത്. 16-ാം ധനകാര്യ കമ്മീഷൻ നൽകിയ ഈ മുന്നറിയിപ്പ് തമാശയല്ല. വാദോരാതെ വാഗ്ദാനങ്ങൾ പറയുന്ന സംസ്ഥാന സർക്കാർ ഇതുകൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ നാടിന്റെ ഭാവിയെക്കുറിച്ചാണ്. ഇനിയൊരു മാറ്റം ആവശ്യമാണ്.